മക്കളെ, ജെറൂസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ കുടുംബങ്ങളും കുടുംബത്തിലെ മക്കളും തയ്യാറായി കഴിഞ്ഞു. അപ്പനുണ്ട്, അമ്മയുണ്ട്. കുറേ നാൾ അപ്പനൊന്നും പ്രേയർ ലൈനിൽ സംബന്ധിക്കാത്ത ചിലവര് ഇതാ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം കൂടി ഇരുന്ന് വചനം ശ്രവിക്കുന്ന കാഴ്ച, അതാണ് സ്വർഗത്തിന്റെ സന്തോഷം. അപ്രകാരമുള്ള കുടുംബങ്ങളിൽ ദൈവം ഒന്ന് വസിക്കുന്നുണ്ട്. അബ്രാഹത്തോട് പറഞ്ഞതുപോലെ ഈശോ പറയുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഇതാ കർത്താവിന്റെ വചനം നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. കർത്താവിന്റെ ഭക്തരെ അവിടത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തർ ആരാണ്? കർത്താവിന്റെ ഭക്തർ കർത്താവിനെ നോക്കി നിൽക്കുന്നവർ, കർത്താവിനെ നോക്കി ഇരിക്കുന്നവർ, കർത്താവിന്റെ കൂടെ നടക്കുന്നവർ, കർത്താവിന്റെ കൂടെ പാർക്കുന്നവർ. അവരാണ് ദൈവത്തിന്റെ ഭക്തർ എന്ന് പറയുന്നത്. ഉയർത്തപ്പെടുമ്പോഴും താഴ്ത്തപ്പെടുമ്പോഴും തിരസ്കരിക്കപ്പെടുമ്പോഴും സ്വീകരിക്കുമ്പോഴും ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, നിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ നിനക്ക് പ്രതിഫലം നൽകും. പ്രതിഫലം നൽകുന്ന കർത്താവാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ഒരു പക്ഷേ പരീക്ഷ എഴുതി തോറ്റുപോയി, അധ്വാനിച്ചു, വിജയങ്ങൾ കിട്ടിയില്ല. ദൈവം നിന്റെ അധ്വാനവും നിന്റെ പരിശ്രമവും വ്യക്തമായി കാണുന്നുണ്ട്. വിവിധങ്ങളായ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് സഹനം കടിച്ചു തിന്നുന്ന മനുഷ്യരുണ്ട്. സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇതാ ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിൻസെൻ്റ്, സ്ഥലം കാവീട്. ഞാൻ ഒരു ചക്കടം കയറിയതാണ്. അങ്ങനെ വീണു, കഴുത്തുനിന്ന് കീഴ്പിട്ട് എനിക്ക് ചലനശേഷിയില്ല, തല മാത്രമുള്ള. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എൻ്റെ വീട്ടിലോട്ട് വഴി ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് വഴി കിട്ടി. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ വഴിയല്ലായിരുന്നു, വേറെ വഴിയായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ വീട്ടിലേക്ക് വണ്ടി വരാനുള്ള വഴി ഞങ്ങൾക്ക് ദൈവം അനുവദിച്ചു തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയും പ്രാർത്ഥനയും. ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, നിനക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വിദ്യാർത്ഥിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും മുതലാളിയാണെങ്കിലും ഡോക്ടറാണെങ്കിലും നഴ്സാണെങ്കിലും പ്രേക്ഷിതനാണെങ്കിലും ശുശ്രൂഷകനാണെങ്കിലും നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ അവിടുന്ന് പ്രതിഫലം നൽകും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനേകം വൈദികരും സിസ്റ്റേഴ്സും ഇതിനകത്ത് കാണുന്നുണ്ട്. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.